നീലേശ്വരം നഗരസഭയിലെ ചിറപ്പുറത്ത് നിർമ്മിച്ച പ്രത്യാശ ബഡ്സ് സ്കൂളിനുള്ള പുതിയ കെട്ടിടം മന്ത്രി ഒ.ആർ. കേളു നാടിന് സമർപ്പിച്ചു. കാസർഗോഡ് വികസന പാക്കേജിൽ നിന്നും അനുവദിച്ച 2,35,80,000 രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. സമസ്ത മേഖലകളിലും വികസനം അനുഭവസാധ്യമാക്കിയ സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്ന് പട്ടികജാതി പട്ടികവർഗ വികസന പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു പറഞ്ഞു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നീലേശ്വരം ചിറപ്പുറത്ത് നിർമ്മിച്ച നഗരസഭാതല പ്രത്യാശ ബഡ്സ് സ്കൂളിനുള്ള പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശന്നിരിക്കുന്ന ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാകരുത് എന്ന നയത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന അതിദരിദ്രരില്ലാത്ത കേരളം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് സർക്കാർ. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് കേരളം മുൻഗണന നൽകുകയാണ്. മുഴുവൻ ആളുകൾക്കും വരുമാനം നൽകുന്നതിനായി മൈക്രോ സംരംഭ പദ്ധതിയും ആരംഭിച്ചു. മൂലധനം നൽകാൻ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായി ചേർന്ന് പദ്ധതിയുണ്ടാക്കി. ഓഖി, നിപ്പ, കോവിഡ്, പ്രളയം തുടങ്ങി ഇന്നത്തെ കാലവർഷക്കെടുതി വരെയുള്ള ദുരന്ത നിവാരണ രംഗത്ത് കരുത്തുറ്റ പ്രവർത്തനങ്ങൾ നടത്തുകയും ജനതയെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചിലർ പറയുന്നുണ്ട് ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന്. ഞാൻ എണ്ണി പറഞ്ഞല്ലോ, നമ്മൾ ചിലത് തൊട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സമസ്ത മേഖലയിലും കൈവച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് നീങ്ങുന്നത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കുട്ടികളുടെ കാര്യം. എത്ര ദുഃഖമില്ല എന്ന് പറഞ്ഞാലും ഇത്തരം കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഉള്ളിൽ ദുഃഖമുണ്ട്. പക്ഷെ നമ്മളതിനെ മറികടക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ അവരെങ്ങനെ മറികടക്കും? അങ്ങനെ മറികടക്കുന്നതിനും അവർക്കൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ബഡ്സ് സ്കൂൾ ശക്തിപ്പെടുത്തുന്നത്. എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും ബഡ്സ് സ്കൂൾ ആരംഭിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഉത്തരവും തീരുമാനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോൾ അത് ആരംഭിച്ചു. ഇപ്പം എൻ്റെ പഞ്ചായത്തിലുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ബഡ്സ് സ്കൂളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ വളരെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള വലിയ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഈ ബഡ്സ് സ്കൂൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് മനസ്സിലായി. ചടങ്ങിൽ മണ്ഡലം MLA M. രാജഗോപാലൻ അധ്യക്ഷനായി. നഗരസഭാ എഞ്ചിനീയർ P. സാജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ P. മുഹമ്മദ് റാഫി, സ്ഥിരം സമിതി അധ്യക്ഷരായ K. രവീന്ദ്രൻ, ഷംസുദ്ദീൻ എരിഞ്ചിറ, B. ഗൗരി, T. ലത, P. ഭാർഗവി, കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ P. ചന്ദ്രൻ, കൌൺസിലർമാരായ E. അശ്വതി, K. ജയശ്രീ, ദാക്ഷായണി കുഞ്ഞിക്കണ്ണൻ, V. ശ്രീജ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മുൻ ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ T. ശാന്ത സ്വാഗതവും സെക്രട്ടറി K. മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. 2,35,80,000 രൂപ വകയിരുത്തിയാണ് ബഡ്സ് സ്കൂൾ കെട്ടിടം നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.